യുഎസിൽ റിട്ടയർമെന്റ് സമ്പാദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയിലെ വർക്ക് പ്ലേസ് റിട്ടയർമെന്റ് പ്ലാനുകളായ 401(k), 403(b), 457 എന്നിവയുടെ കോൺട്രിബ്യൂഷൻ ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ യുഎസ് ഇന്റേണൽ റവന്യൂ സർവീസസ് അഥവാ IRS തീരുമാനിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് നിക്ഷേപിക്കാവുന്ന തുക വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഇതുവഴി റിട്ടയർമെന്റ് കാലത്തേക്കുള്ള സമ്പാദ്യം കൂട്ടാനും നികുതി ലാഭിക്കാനും അവസരം ലഭിക്കും. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അധിക സംഭാവന ചെയ്യാനുള്ള തുകയുടെ പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2026 നികുതി വർഷത്തിൽ 401(k) പദ്ധതിയിൽ ജീവനക്കാർക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന പരമാവധി തുക $23,500 നിന്ന് $24,500 വർദ്ധിപ്പിച്ചു. ഇവിടെ $1,000 വർധനവാണ് വരുത്തിയിരിക്കുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അധികമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന തുക $7,500 നിന്ന് $8,000 വർദ്ധിപ്പിച്ചു. കൂടാതെ 60നും 63നും ഇടയിൽ പ്രായമുള്ളവർക്ക് സെക്യൂർ 2.0 നിയമപ്രകാരം $11,250 വരെ സംഭാവന ചെയ്യാനുള്ള സൗകര്യവും നിലവിലുണ്ട്. ഇൻഡിവിജ്വൽ റിട്ടയർമെന്റ് അക്കൗണ്ടുകളിൽ സംഭാവന ചെയ്യാനുള്ള പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാർഷിക സംഭാവന പരിധി $7,000 നിന്ന് $7,500 ഉയരും. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അധികമായി സംഭാവന ചെയ്യാൻ കഴിയുന്ന തുക $1,100 ആയിരിക്കും. അമേരിക്കയിലെ ജീവനക്കാർക്ക് വാർദ്ധക്യകാലത്തേക്ക് പണം സ്വരൂപിക്കാൻ സഹായിക്കുന്ന എംപ്ലോയർ സ്പോൺസേഡ് സേവിങ്സ് പ്രോഗ്രാമുകളാണ് വർക്ക് പ്ലേസ് റിട്ടയർമെന്റ് പ്ലാനുകൾ. കമ്പനിയുടെ സംഭാവനകളും ഉൾക്കൊള്ളുന്ന ഈ പദ്ധതികൾ നികുതി ഇളവുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷിതമായി പണം സമ്പാദിക്കാനും കുറഞ്ഞ നികുതി നൽകാനും റിട്ടയർമെന്റിന് ശേഷം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുമാണ് വിവിധ വർക്ക് പ്ലേസ് റിട്ടയർമെന്റ് പ്ലാനുകളുടെ ലക്ഷ്യം. 401(k), 403(b), 457 എന്നിവയാണ് സാധാരണയുള്ള പദ്ധതികൾ. ഇത് ഓരോ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1978 ആരംഭിച്ച 401(k) പദ്ധതിയാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. റിട്ടയർമെന്റ് പ്ലാനുകളിലൂടെ ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗം നികുതി ഇളവുള്ള നിക്ഷേപ അക്കൗണ്ടിലേക്ക് മാറ്റാം. നികുതി നൽകുന്നതിന് മുൻപുള്ള പണം നിക്ഷേപിക്കുന്നതിനാൽ ആ വർഷത്തെ നികുതി ബാധ്യത കുറയും. നിക്ഷേപങ്ങൾ വിരമിക്കലിന് ശേഷം പിൻവലിക്കുമ്പോൾ ഇതിന് നികുതി നൽകേണ്ടതില്ല. സ്വകാര്യ കമ്പനികൾ ഉപയോഗിക്കുന്ന റിട്ടയർമെന്റ് പ്ലാനാണ് 401(k). 1958 ആരംഭിച്ച 403(b) പ്ലാൻ പൊതുവിദ്യാലയങ്ങൾ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ചില മതസ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കായി രൂപകൽപ്പന ചെയ്തതാണ്. 1978 ആരംഭിച്ച 457 പ്ലാൻ സാധാരണയായി സംസ്ഥാന പ്രാദേശിക സർക്കാർ ജീവനക്കാർക്കും ചില നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ലഭ്യമാണ്. പദ്ധതികളിലെ നിക്ഷേപങ്ങൾ സാധാരണയായി ഓഹരികൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിലാണ് നിക്ഷേപിക്കുന്നത്. ഇന്റേണൽ റവന്യൂ സർവീസ് ഓരോ പദ്ധതിയുടെയും കോൺട്രിബ്യൂഷൻ ലിമിറ്റ് വർഷം തോറും ക്രമീകരിക്കും. ഇത് പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കുക. അതേസമയം ഇന്റേണൽ റവന്യൂ സർവീസ് കോൺട്രിബ്യൂഷൻ ലിമിറ്റിൽ വരുത്തിയ മാറ്റങ്ങൾ അമേരിക്കക്കാർക്ക് അവരുടെ വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യം വർദ്ധിപ്പിക്കാനും നികുതി ലാഭിക്കാനും സഹായിക്കും. റിട്ടയർമെന്റിനുള്ള തയ്യാറെടുപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണ് പുതിയ പ്രഖ്യാപനം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.